ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എറണാകുളം വരെ പോവാണ്. എൻ്റെ കൂട്ടത്തിൽ 2 പേരും കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന 2 പേരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഇത് എൻ്റെ ലൈഫിൽ വേറൊരു ടേണിംഗ് പോയിൻ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ സംഭവം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും പോയിട്ട് വരാം ഗൈസ്. എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും വരും, അല്ലെങ്കിൽ വ്ലോഗ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. അച്ഛനാണ് എന്നെ കൊണ്ടുവിടുന്നത്. നമ്മൾ പോയതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും പോവാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പോകാം ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇനിയിപ്പം എറണാകുളത്തോട്ട് പോവാണ്. ഇപ്പോൾ വരുമായിരിക്കും. എന്താ അച്ഛനെ ഓരോരുത്തർ തിരിച്ചറിഞ്ഞിട്ട് അച്ഛൻ ഫാൻസൊക്കെ വന്ന് സംസാരിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ്, അച്ഛനെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? പോവാ. ഞാനൊരു ലേസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസൊന്നുമില്ല. രാവിലത്തെ കഴിപ്പൊക്കെ കണക്ക്. രാവിലെ കഴിച്ചില്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുട്ടിയായതുകൊണ്ട് മിക്കവാറും തല ഇറങ്ങി റോഡിൽ കിടക്കും. അതുകൊണ്ട് എന്തെങ്കിലും കയ്യിൽ ലൈറ്റായിട്ട് എടുത്ത് വെക്കുന്നതായിരുന്നു. അതെ, ലേസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി സൗത്തിലെ മെട്രോ സ്റ്റേഷൻ്റെ അവിടോട്ട് പോവാണ്. നമ്മളാണ് മെട്രോ സ്റ്റേഷന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. സ്നേഹ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് സ്നേഹയെ കണ്ടു കിട്ടിയിട്ട് ബാക്കി വ്ലോഗിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സ്നേഹ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ നിന്ന് മുക്തി നേടിയിരിക്കുകയാണ്. എങ്ങനെ ഇവളെ കണ്ടുമുട്ടിയത് വരെ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്നു. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. പ്രാന്താന്ന് അല്ലെങ്കിൽ നാട്ടിലൊരു ചൊല്ലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി നോക്കും വേണ്ട. അതെ, അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ പറഞ്ഞിട്ടതല്ല കേട്ടോ. പക്ഷെ ഭയങ്കര അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനെ കൂടെ കാണാം അല്ലേ? യെസ്, നമ്മൾ മെർമെയ്ഡ് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഈ മെർമെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പലതവണ വന്നിട്ടുള്ള സംഭവം ഒരു സ്ഥലമാണ്. എന്നാൽ പോലും ഇപ്പം വന്നപ്പോൾ ചെറിയൊരു ടെൻഷൻ പേടിയൊക്കെ ഉണ്ട്. ഗംഗി ഇപ്പം വരും ഗൈസ്. ഒന്നും അറിയില്ല. അതെ, എന്താ ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല. വന്നിട്ട് പറയാം. അതെ, ബാക്കിയെല്ലാം പിന്നീട് അറിയിക്കാം അപ്ഡേറ്റ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത അതിഥി വന്നിരിക്കുകയാണ്. അതിഥിയുടെ പേരെന്താ? അതിഥി സുരേഷ്. അതാ മൂത്തതാ അതുകൊണ്ട് 10 വയസ്സിലടിക്കണം കുക്കറിൽ. ഞങ്ങള് 3 പേരും അങ്ങനെ പിന്നെയും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. അത് ഇത്ര സീനറിയിലൊക്കെ എത്ര നാളുകൾക്ക് ശേഷമാണ്? എന്റെ എൻഗേജ്മെന്റിന് ശേഷം 6 മാസം. 6 മാസത്തിന് ശേഷം. ദൈവമേ, അല്ലേലേ ഏറില്ല. 7ാം മാസം ഇറങ്ങാൻ ഒരു അവസരം ജനങ്ങൾ തരുന്നില്ല. എന്ത് ചെയ്യാനാന്ന് നോക്കുന്നത്? ഞങ്ങളിങ്ങനെ തമ്മി കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധി കുറയും. സാധാരണ എല്ലാവർക്കും ബുദ്ധി കൂടും. ഞങ്ങൾക്ക് ഉള്ളതുകൂടെ കുറച്ചുകൂടെ കുറയും. ഈ ക്യാമറയിൽ കാണാൻ കൊള്ളാല്ലേ എന്നെ? അതെ, ഞങ്ങൾക്ക് വേറൊരു തെണ്ടുകളുടെ ആവശ്യമില്ല. ഞങ്ങൾ തന്നെ മതി. ഒരാളുടെ ആവശ്യമില്ല. എന്നിട്ട് ഞങ്ങളുടെ കുറച്ച് കലാപരിപാടി ഞങ്ങൾ പരദൂഷണം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിന് മുന്നേ വെച്ച് പറയാൻ പറ്റുന്ന മാസത്തെ പുതിയ നുണയുണ്ട്. അതിനുശേഷം ഇനി നിങ്ങളുമായിട്ട് സന്ധിക്കാം. ഓക്കെ, ബൈ. അങ്ങനെ കഴിക്കാൻ വന്നിരിക്കണം. നമ്മൾ മന്തിയാണ് ഗൈസ് ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മന്തി? ശരിയായിരുന്നു. പക്ഷെ നല്ല മന്തിയാണ് കേട്ടോ. അവക്ക് സൈസിനൊത്തിരി പീസാ കിട്ടിയത്. ബോഡി ഷേമിങ്ങിന് ആരോടാ പറയുന്നത്? ഞങ്ങൾ കുറെ നേരത്തെ സംഭാഷണത്തിനൊടുവിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതും മൂത്രപ്പുരയുടെ മുമ്പിൽ സ്ത്രീകൾ. അപ്പം സ്നേഹയെ ഫസ്റ്റ് കയറ്റി വിടുവാണ്. നമ്മൾ കോഴിക്കോടാണ്. നമ്മുടെ വന്ന കാര്യം ഏകദേശം ഓൾമോസ്റ്റ് നല്ലതിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ല ഒരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബർ ആണല്ലോ. അങ്ങനെ ആ കുട്ടി പോയി. നമ്മുടെ സബ്സ്ക്രൈബർ പോയി ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് യാത്രയാകാണ്. 3 സ്ഥലത്തോട്ടാണ് പോകുന്നത്. സന്തോഷമാണ് എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ അറിയാത്ത ആളുകൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പൊ സന്തോഷമുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ആൾക്കാർ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്താന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഭ്രാന്താന്ന് അറിയാം. പിന്നെ അതുകൊണ്ട്